ഏതുതരം ഇവന്റ്സും ഭംഗിയായി നടത്താൻ ഒരേ ഒരിടം, ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്. വർഗീയ പ്രചരണം നടത്തുന്ന UAE-യിലെ ഇന്ത്യക്കാരായിട്ടുള്ള സംഘപരിവാർ പ്രവർത്തകരെയും വർഗീയവാദികളെയും നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് UAE ഭരണകൂടം ഒരു പ്രത്യേക സെല്ല് തന്നെ രൂപീകരിച്ചിരുന്നു. ഷെയ്ഖ് ഹിന്ദ് ബിൻത് ഫൈസൽ അൽ കാസിമിയുടെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ ഒരു സെല്ല് UAE-യിൽ നിലവിൽ വന്നത്. ഇത്തരക്കാരുടെ പണി എന്ന് പറയുന്നത് വർഗീയ വിദ്വേഷ പ്രചരണം നടത്തുന്ന ആളുകളെ കണ്ടെത്തുക, അവർക്കെതിരെ നടപടികളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പക്ഷേ ഇനി UAE-യിൽ അങ്ങനെ ഒരു സെല്ലിന്റെ ആവശ്യമില്ല. കാരണം പണിയെടുക്കാൻ വേണ്ടി പോകുന്നത് അവർ ജോലി ചെയ്യുന്ന കമ്പനികളിലെ ഉടമകൾ തന്നെയാണ്, അവിടെയുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ്. അതായത് 8ന്റെ പണി കൊടുക്കുകയാണ് ഓരോ കമ്പനികളും. മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തുന്ന, അറബ് ലോകത്തെ വിമർശിക്കുന്ന, ഇസ്ലാമിനെയും മറ്റുള്ളവരെയും വർഗീയവൽക്കരിച്ച് കാണുന്ന രീതികളിൽ പോസ്റ്റ് ചെയ്യുന്ന തൊഴിലാളികൾക്ക് നടപടിയെടുക്കുന്നത് ഇനി മുതൽ അവരുടെ കമ്പനികൾ തന്നെയാണ്. അതിന് മാതൃകയായ ഒരു രീതിയാണ് റാസൽ ഖൈമയിലെ ഖനന കമ്പനിയായിട്ടുള്ള സ്റ്റീവൻ റോക്സ് എന്ന കമ്പനി ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യം. അതായത് ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ബീഹാർ സ്വദേശിയായിട്ടുള്ള ബ്രാജ് കിഷോർ ഗുപ്ത എന്ന് പറയുന്ന ആൾ വളരെ മോശമായ രീതിയിൽ മുസ്ലിങ്ങളെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ പരാമർശിക്കുകയുണ്ടായി. ഡൽഹി കലാപത്തിൽ കൊല ചെയ്യപ്പെട്ട മുസ്ലിങ്ങൾ കൊല്ലപ്പെടേണ്ടവർ തന്നെയാണ്. അവർക്ക് ലഭിച്ചത് അവർ ചെയ്ത തെറ്റുകളുടെ ശിക്ഷ. കൊറോണ പടർത്തുന്നത് മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളെ സൂക്ഷിക്കുക, മുസ്ലിങ്ങൾ അപകടമാണ്. ഇതായിരുന്നു ബ്രാജ് കിഷോർ ഗുപ്ത എന്ന ആ ഖനന കമ്പനിയിലെ തൊഴിലാളിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ്. ഈ പോസ്റ്റ് കമ്പനിയിലെ അധികൃതർ കാണുന്നു. അതായത് റാസൽ ഖൈമയിലെ അറിയപ്പെടുന്ന ഖനന കമ്പനിയായിട്ടുള്ള സ്റ്റീവൻ റോക്സിലെ ആളുകൾ കാണുന്നു എന്നർത്ഥം. ഉടൻ തന്നെ ഇയാളെ വിളിച്ചു പറയുന്നു, നിങ്ങളെ കമ്പനി ഡിസ്മിസ് ചെയ്തിരിക്കുകയാണ്, നിങ്ങൾ ഇനി മുതൽ കമ്പനിയിലേക്ക് വരരുത്, നിങ്ങൾ ഈ ലോകത്തിന് തന്നെ അപകടമാണ് എന്ന് മാനേജർ വിളിച്ചു പറയുന്നു. അതോടുകൂടി ആ സംഖ്യയുടെ ജോലി 8 നിലയിൽ പൊട്ടി എന്ന് വേണം പറയാൻ. ലക്ഷക്കണക്കിന് രൂപയാണ് ഈ സംഖ്യ ആ കമ്പനിയിൽ നിന്ന് വാങ്ങിയിരുന്നത്. പക്ഷേ ലക്ഷക്കണക്കിന് രൂപയുടെ ജോലിയും പോയി, ദുബായിലെ എല്ലാ പത്രങ്ങളിലും വാർത്തയും വന്നു. ഇനി കമ്പനിക്ക് പുറമെ UAE-യിലെ ഭരണാധികാരികൾ ഇയാളെ പിടിച്ച് തടവിലാക്കുകയും ചെയ്യും. അതോടുകൂടി എല്ലാ കാര്യത്തിലും ഒരു തീരുമാനമാകും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ തവണ UAE ഭരണകൂടം നിർദ്ദേശിച്ചതാണ്, ഇവിടെ നിന്ന് നിങ്ങൾ വിദ്വേഷ പ്രചരണം നടത്തരുത്, നമ്മൾ എല്ലാവരും ഒന്നാണ്, ഇവിടെ ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, അങ്ങനെ പല മതക്കാരും ഈ രാജ്യത്ത് ജോലി ചെയ്യുകയാണ്, ആരെയും നിങ്ങൾ അപമാനിക്കരുത്. ഹിന്ദുവിനെ അപമാനിച്ചാലും മുസ്ലിങ്ങളെ അപമാനിച്ചാലും ക്രിസ്ത്യാനികളെ അപമാനിച്ചാലും ഇവിടെ നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കും. അതിനാൽ ജോലി ചെയ്യുക, സമാധാനപരമായി ജീവിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് പലതവണ UAE ഭരണാധികാരികൾ നിർദ്ദേശിച്ചതാണ്. പക്ഷേ അതൊന്നും കേൾക്കാൻ തയ്യാറാവാത്ത ആളുകൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ജോലി നഷ്ടമാവുകയാണ്, തടവിൽ കിടക്കേണ്ടി വരികയാണ്, നാട്ടിൽ പോയിട്ട് ഗതികെട്ട് ജീവിക്കേണ്ടി വരികയാണ്. ഇനി UAE-യിൽ തന്നെ ചിലപ്പോൾ ശിക്ഷാ നടപടികൾ കഴിഞ്ഞ് അവിടെ പോകാനുള്ള അനുമതി ലഭിച്ചാൽ തന്നെ അയാൾക്ക് ജോലി നൽകാൻ ഏതെങ്കിലും കമ്പനി തയ്യാറാകുമോ? അതുമില്ല. എന്തായാലും സംഘിയായ ബീഹാർ സ്വദേശിയായ ബ്രാജ് കിഷോർ ഗുപ്തയുടെ അവസ്ഥ കട്ടപ്പുകയാണ്. ഇത് കാണുന്ന മലയാളികളായിട്ടുള്ള സംഘികളായ പ്രവാസികൾ ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ കുടുംബത്തെ ഒന്നോർക്കുന്നത് നന്നായിരിക്കും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. അവര് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യവും, നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ അവര് നോക്കിക്കോളും. ടെൻഷൻ ഫ്രീ കല്യാണത്തിന് ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്. വിവാഹം, പ്രൊഡക്റ്റ് ലോഞ്ച്, ബർത്ത്ഡേ പാർട്ടി, കോളേജ് ഇവന്റ്സ് തുടങ്ങി ഏതുതരം ഇവന്റ്സും ഭംഗിയായി നടത്താൻ ഒരേ ഒരിടം, ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്.